LDC പരീക്ഷയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതെ, ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഒരു 4 മാസം, ജസ്റ്റ് ഒരു 100 ദിവസമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ദൃഷ്ടി ന്യൂസ് അവതരിപ്പിക്കുന്ന വളരെ നൂതനമായ ഒരു പാഠ്യപദ്ധതിയെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ രണ്ടാളും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നമ്മൾക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സമയത്തെ വളരെ കൃത്യമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഈ 100 ദിന പരിപാടി കർമ്മ പദ്ധതി പോലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എങ്ങനെ ഈ പരീക്ഷയിൽ 100 ദിവസം കൊണ്ട് വിജയികളാകാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെ LQP എന്ന് പറയുന്ന ഒരു നവീന പാഠ്യപദ്ധതി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ LQP എന്നതിനെ കുറിച്ച് അവർക്ക് അറിയണമല്ലോ. ഓക്കെ, ഞാൻ പറയാം. LQP എന്ന് നമുക്കറിയാം 100 ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാം? നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ എങ്ങനെ ഈ 100 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാണെങ്കിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പഠനം രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങള് ഹ്യൂമൻ ഇന്റലിജൻസിന്റെയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അടിസ്ഥാനത്തില് അതുപോലെ തന്നെ ന്യൂറോ ബയോളജിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സാധ്യതകളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാഠ്യപദ്ധതിയാണ് LQP എന്ന് നമ്മൾ പറയുന്നത്, ലേൺ ക്വിക്ക് പ്രോസസ്. അപ്പോ ഇത് പറയാനാണെങ്കിൽ നമുക്കറിയാം ന്യൂറോ ബയോളജിയുടെ അടിസ്ഥാനത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ തലച്ചോറിനെ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ന്യൂറോൺസ് ആണ്. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം, നമ്മൾ പുതിയ കാര്യം പഠിച്ചെടുക്കുന്നത് അവിടെ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ഈ പ്രോസസ്സിനെ ന്യൂറോബയോളജിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നമ്മൾ നടത്തിയ റിസർച്ചിൽ നിന്നാണ് ഈ ഒരു പാഠ്യപദ്ധതി രൂപീകരിച്ചു വന്നിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, പഠിക്കാതെ ഒരു ടെൻഷനും ഇല്ലാതെ നടക്കുന്ന കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർ പഠിക്കത്തില്ല. കാര്യം എന്തുകൊണ്ടാ? അവർക്ക് സ്ട്രെസ് ഇല്ല. സ്ട്രെസ് എന്ന് പറയുന്നത് ലോയാണ്. അതേസമയം നമ്മൾ എപ്പോഴും പഠിത്തം അയ്യോ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ട്. ഇവരും പഠിച്ച് ജയിക്കാന്നായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ രണ്ടിന്റെയും മധ്യത്തിൽ അതെ. ന്യൂറോ ബയോളജി പറയുന്നത് ഈ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് മോഡറേറ്റർ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും ലോയും ആയി പോകാൻ പാടില്ല, ഹൈ ആയി പോകാൻ പാടില്ല. ഇതിനിടയിൽ നിൽക്കുന്ന ഒരു സ്ട്രെസ് ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കേണ്ട പോയിന്റ് കൃത്യമായിട്ട് പഠനം അല്ലെങ്കിൽ ഈ ന്യൂറോൺസിന്റെ കണക്ഷൻസ് നടക്കത്തുള്ളൂ. അപ്പൊ കൃത്യമായി പഠിച്ചു പോകണമെങ്കിൽ നമ്മുടെ ന്യൂറോൺസിന്റെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിരിക്കണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ലേൺ. അപ്പൊ ഇതിനകത്ത് നമ്മൾക്ക് ഏത് രീതിയിലാണ് ഈ LQP എന്ന് പറയുന്ന മെത്തേഡ് ഏത് രീതിയിലാണ് അതിനകത്ത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെറുതെ ഒന്ന് കുറെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ട് അല്ലെ. നിങ്ങളുടെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് എങ്ങനെ ബെനിഫിറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മളുടെ മൈൻഡിനെ റിലാക്സ് ആക്കുന്ന പ്രോഗ്രാംസും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി, അതായത് നിങ്ങളുടെ ഹെൽത്ത്, അതായത് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, ഇതിനെല്ലാം സ്വാധീനിക്കുന്ന, നിങ്ങളുടെ പഠിത്തം, ഓർമ്മ, ഇതിനെല്ലാം സ്വാധീനിക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഇതിന് ഇത് റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മൊത്തത്തിൽ ഈ 100 ദിവസം കൊണ്ട് മാറ്റും. നിങ്ങളുടെ പരീക്ഷയെ ജയിപ്പിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങളുടെ ആഹാര രീതി, അതായത് നിങ്ങളുടെ എൻറ്റയർ ലൈഫിനെ സ്വാധീനിക്കുന്ന ഒരു പ്രോഗ്രാമാണ് LQP. അപ്പൊ അതിനകത്ത് ഇപ്പൊ LQP എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഓക്കെ, അതിന്റെ ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇതിനകത്ത് നമ്മളുടെ പഠനം എന്ന് പറയുന്നത് പവർ ഓഫ് സബ് കോൺഷ്യസ് തന്നെയാണ്. അപ്പൊ എന്താണെന്ന് സാറന്നത്? അതായത് നമ്മൾ ശരിക്കും എന്ന് വെച്ചാൽ പരീക്ഷ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഓർമ്മയെ അളക്കലാണ്. എല്ലാവരും കുറെ സാധനങ്ങൾ എടുത്തിരുന്ന് റീസണബിൾ ആയിട്ട് എടുക്കുകയും ചെയ്യുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. അതെ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് ഓർമ്മയിൽ വെക്കുക, ഓർമ്മയിലുള്ള കാര്യങ്ങൾ എടുത്തെടുക്കുക. അപ്പൊ അവിടെയാണ് സബ് കോൺഷ്യസിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് പവർ ഓഫ് സബ് കോൺഷ്യസ് എന്ന് പറയുമ്പോഴേ ആദ്യം നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഡോക്ടർ ജോസഫ് മർഫിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ രോഗങ്ങളെ പോലും മാറ്റാനായിട്ടുള്ള കഴിവ് നമ്മളുടെ സബ് കോൺഷ്യസ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ
സബ് കോൺഷ്യസിനോട് പറഞ്ഞാൽ ഉം. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് സബ് കോൺഷ്യസ് തിരിച്ചു കൊണ്ടുതരും. അപ്പോൾ അതായത് അതിനാണല്ലോ ഓർമ്മ. ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മളിപ്പോ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ തോക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് അത് തോൽവി സമ്മതിച്ചു എന്നാ കേൾക്കുന്നത്. അതേസമയം എനിക്ക് തോന്നുന്നു ജയിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ജയിക്കുമെന്ന് പഠിപ്പിക്കുക. ഓക്കെ, സബ് കോൺഷ്യസിനൊക്കെ പറയാണ് ഞാൻ ജയിക്കും, ഞാൻ പഠിക്കുന്നതെല്ലാം എന്റെ മനസ്സിൽ നിൽക്കും. അതിന് പ്രത്യേക കഴിവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൽ പോലും നമ്മൾ പിന്നെ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് പോലും സബ് കോൺഷ്യസ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് സബ് കോൺഷ്യസിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ഒരു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം സെക്കൻഡുകളുടെ ഓർമ്മകൾ മാത്രമാണ്. ഓക്കെ. ഇനി ആ ഓർമ്മകളെ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ഷോർട്ട് ടൈം മെമ്മറി, നമ്മളിപ്പോ പഠിക്കുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നത് ഷോർട്ട് ടൈം മെമ്മറിയിലായിരിക്കും. ആ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ഒരിക്കലും നമ്മൾക്ക് പരീക്ഷ എഴുതാൻ സമയത്ത് വരത്തില്ല. ശരിയാ, മറന്നു. ഇന്ന് പഠിച്ചത് നാളെ മറന്നു. അപ്പൊ ഷോർട്ട് ടൈം മെമ്മറിയെ നമ്മൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക. അതിന് സബ് കോൺഷ്യസ് ആയിട്ട് എന്തെങ്കിലും? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഷോർട്ട് ടൈം മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിനൊരു ടെക്നിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സാധനം ഒരു 10-30 പ്രാവശ്യത്തോളം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ലോങ് ടൈം മെമ്മറിയിലൂടെ സബ് കോൺഷ്യസിലേക്ക് ചെന്ന് പിടിയും. എന്ത് കാര്യം ഉണ്ടെങ്കിലും സബ് കോൺഷ്യസിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും, നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത് LQPയുടെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ സബ് കോൺഷ്യസിലൂടെ ഉള്ള ഒരു പഠനം. അപ്പൊ അതെങ്ങനെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പൊ അതാണ് ഇനി അടുത്ത ഈ LQPയിലൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സബ് കോൺഷ്യസിന്റെ പവർ എന്താണ്. ഇനി ഈ സബ് കോൺഷ്യസിലേക്ക് നമ്മൾക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ഏതൊക്കെ രീതിയിലാണ് പാഠ്യപദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അതിനകത്ത് പല കാര്യങ്ങൾ വരും. അതായത് നമ്മളെ സ്വാധീനിക്കുന്ന, പഠനത്തെ സ്വാധീനിക്കുന്ന കളർ വരും. അതല്ലേ ഈ കളറിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് സയൻസ് നന്നായിട്ട് റിസർച്ച് നടത്തിയിട്ട് തന്നെ നമ്മളുടെ ഓർമ്മയും ചില കളറുകളുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ അത്തരം കളറുകൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ വീഡിയോയും അതായത് ഉദാഹരണത്തിന് ചോദ്യം എഴുതി കാണിക്കുന്നത്, അതുപോലെ തന്നെ ഉത്തരങ്ങൾ ഏത് കളറിലായിരിക്കണം, അല്ലെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യുന്നത് ഏത് കളറിലായിരിക്കണം, ഇതൊക്കെ ഞങ്ങൾ എന്തിനാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാലേ അത് നിങ്ങളുടെ ആ കാണുമ്പോൾ ആ കാഴ്ചയിലൂടെ ഈ കളറിലൂടെ ഈ വിവരം നിങ്ങളുടെ ഓർമ്മയുടെ തലങ്ങളിൽ എഴുതി ചേർത്ത്. പക്ഷെ ആ കളർ കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകണമെന്നൊന്നുമില്ല. പക്ഷെ ഈ കളറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മളുടെ ഈ LQPയിലൂടെ അത് നമ്മൾ ഇത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കണ്ടന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കളറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാരണം കളറ് നമ്മൾ, അതായത് താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്ന പോലെ, ഈ കളർ കൂടെ നമ്മളുടെ മെമ്മറിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. ഓക്കെ, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒന്ന്. അപ്പൊ കളർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വരുന്നത്? നമുക്ക് മ്യൂസിക് വരുന്നുണ്ട്. ചില മ്യൂസിക്കുകൾക്ക്, ചില ഫ്രീക്വൻസികൾക്ക് നമ്മുടെ ബ്രെയിനിന്റെ കോൺസെൻട്രേഷനെയും മെമ്മറിയുടെ ഘടകങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രം തെളിയിച്ചേക്കുന്നതാണ്. അപ്പൊ അത്തരം മ്യൂസിക്കുകൾ ഞങ്ങളുടെ ഈ പ്രീമിയം കണ്ടന്റ് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പഠനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് പെട്ടെന്ന് നിങ്ങൾ മറന്നു പോകില്ല. അതാണ് ഇതിനകത്ത് ഞങ്ങൾ ഒരുപാട് പേരിൽ പരീക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ സ്വന്തം എക്സ്പീരിയൻസ് ആണെങ്കിലും മറ്റുള്ളവർ അല്ല, ഇത് നമ്മൾ LDCയിൽ മാത്രം നമ്മൾ ഇത് ചെയ്തേക്കുന്നതല്ല. ഏത് തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയാൽ പോലും നമ്മളുടെ ഈ ഒരു LQP എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കും. പക്ഷെ അതിന് നമ്മൾ ഇതിന്റെ ഒരു സാധ്യത നമ്മൾ വിലയിരുത്തുകയും, ഇതിന് നമ്മൾ ഏതായിരുന്നാലും ഇവരെടുക്കുന്ന നമ്മൾ വലിയൊരു എമൗണ്ട് വാങ്ങിക്കുക അങ്ങനെയുള്ളതൊന്നുമല്ല. നമ്മൾ കച്ചവട മനോഭാവം ഇതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും ഹ്യൂമൻ ഇന്റലിജൻസിനെയും സംയുക്തമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ പാഠ്യപദ്ധതിക്ക് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റും കൂടെ നമ്മൾ വാങ്ങിക്കും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ഇത് നമ്മളുടെ ഇത് വാങ്ങിച്ചേക്കുന്നവര് വിജയിച്ചിരിക്കണം. അതെ, വിജയിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ LDCക്ക് മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തം മാറ്റിമറിക്കാൻ സാധിക്കുന്ന 3 പ്രോഗ്രാമുകളുടെ ഒരു സമ്മിശ്രമാണ് ഈ LQP എന്നുള്ള ലേൺ ക്വിക്ക് പ്രോസസ്. ജസ്റ്റ് പഠിക്കലല്ല. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വഴിയേ. ഇനി നമ്മുടെ ഈ കോഴ്സിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഈ LDC കോഴ്സിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ഇന്ററാക്റ്റീവ് വീഡിയോസ് ആണ്.
ഈ ഇന്ററാക്റ്റീവ് വീഡിയോസ് നിങ്ങൾ യൂട്യൂബ് കണ്ടല്ലേ സാധാരണ പഠിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഒരു ആപ്പുകളുടെ പോരായ്മ അത് തന്നെയാണ്. എന്താണ്, നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു ക്ലാസ് റൂമിൽ കാണുന്ന വീഡിയോയെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളുടെ ഒരു ടീച്ചർ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ടീച്ചർ, നമ്മൾ ഒരു ക്ലാസ്സിൽ റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ടീച്ചർ എന്ത് ചെയ്യും, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർ ഒരു കൺഗ്രാറ്റ്സ് ചെയ്യും. അതുപോലെ തന്നെ എന്താ പറയുക, തെറ്റിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ പിന്നെ എടുക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അതൊന്നുകൂടെ പറഞ്ഞു തരും, റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു എന്താ പറയാ LQPയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇന്ററാക്റ്റീവ് ആണ്. അതായത് പരീക്ഷ എഴുതിപ്പോ ആ കാര്യം അപ്പൊ തന്നെ പഠിച്ച് നമ്മൾക്ക് അറിവ് നേടിയോ എന്ന്, നേടിയില്ലെങ്കിൽ വീണ്ടും പഠിച്ച് തിരിച്ചു വരുന്നത്. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ ആ ഒരു വീഡിയോ 5 മിനിറ്റോ അല്ലെ അരമണിക്കൂറാണെന്നിരിക്കട്ടെ, ആ അരമണിക്കൂർ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ അത് പഠിച്ച് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഇത് പെർമനന്റ് ആയിട്ട് റൈറ്റ് ചെയ്യുന്ന, അതായത് സബ് കോൺഷ്യസിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇന്ററാക്റ്റീവ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് ക്വിസസ്, അതിനകത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റേഷൻ, നിങ്ങൾക്കറിയാം റിപ്പീറ്റേഷനിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്വിസസ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തതാണ് ഏറ്റവും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ളത്, ആരും ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആദ്യത്തെ, അതായത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ ടീച്ചേഴ്സിന്റെ മൈൻഡ് AI-ക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കുറെ നാളുകളായിട്ട് പ്രോഗ്രാം ചെയ്ത് 2020 കൊറോണയുടെ ടൈമിലാണ് ഞങ്ങൾ ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഈ 4 വർഷമായിട്ട് ഞങ്ങൾ എഫോർട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഭാഗമായാലും മനസ്സിലാക്കാം. ഞാനൊരു ഹിന്റ് തരാം. അതായത് നമ്മൾ ഹ്യൂമൻ സൈക്കോളജിയിൽ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത് പഠിച്ചിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ഈ ഹ്യൂമൻ ബ്രെയിനിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെ ഓവർകം ചെയ്തിട്ടാണ് മെഷീനിൽ 2017 ചൈന തെളിയിച്ചു ഹ്യൂമൻ ഇന്റലിജൻസിനേക്കാൾ പവർഫുൾ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ ഇയേഴ്സ് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ട്രെൻഡിങ് ആണല്ലോ ChatGPT. നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പരിജ്ഞാനമില്ലെങ്കിൽ പോലും ഒരു ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടാക്കണമെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അത് അപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ AI പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ സാധ്യതയുള്ള, ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളെ പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ അധ്യാപകർ ക്ലാസ് 50% അവിടെ നമ്മൾക്ക് ധൈര്യമാണ്. കാരണം 50% നമ്മൾ പാസ്സായി എന്നുള്ള അതിന്റെ അർത്ഥം. കാരണം AI പ്രെഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിലിറ്റി നമ്മൾ 100% എന്നല്ല പറയുന്നത്, പക്ഷെ പ്രോബബിലിറ്റി കൂടുതൽ വരാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അത് മാത്രമല്ല, ഓരോ ലേണറിനെയും ഞങ്ങൾ AI-ന്റെ ഇപ്പൊ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇടും. ഈ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. AI-യുടെ സഹായത്തോടെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ വീക്ക് എന്നുള്ളത് അത് ഞങ്ങൾ എടുത്തെടുത്ത് വീണ്ടും പഠിപ്പിക്കും. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പഠിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് എവിടെയാണോ നമ്മൾ വീക്കായിട്ടിരിക്കുന്ന ഭാഗം ഏതാണോ ആ ഭാഗം പ്രത്യേകമായിട്ട് AI നമ്മൾക്ക് മനസ്സിലാക്കി തരികയും അതനുസരിച്ചിട്ട് അവർക്ക് ആ ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യും. അപ്പോൾ പിന്നെ അവർ പരീക്ഷയിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രോഗ്രാമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുറെ വീഡിയോസ് കാണുക എന്നുള്ള ഉപരി നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിച്ചിട്ട് അതുപോലെ തന്നെ AI പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ് ആണെങ്കിലോ കുറച്ചുകൂടി പ്രയോജനം ചെയ്യും, കൂടുതൽ പ്രയോജനം ചെയ്യും. അങ്ങനെ നമുക്ക് ഈ എക്സാമിനെ 100 ദിവസം കൊണ്ടിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ധൈര്യം, അതായത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഇതിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ് AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു നവീന പാഠ്യപദ്ധതി. അതിന്റെ LQP മെത്തേഡ്, ലേൺ കിക്ക് പ്രോസസ്സിലൂടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ വേഗതയിൽ നിങ്ങളുടെ സമയത്തെ കൃത്യമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഈ വരുന്ന കുറച്ച് സമയം കൊണ്ട് എങ്ങനെ പരീക്ഷയിൽ വിജയികളാകാനായിട്ട് പറ്റും എന്ന് ആണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെടുവാനുമായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണാം. നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, www.rooted.zone എന്നാണ് നമ്മുടെ വെബ്സൈറ്റ്. നമ്മുടെ ഓഫീസ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ബന്ധപ്പെടുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ്. അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾക്ക് ഇനി ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എത്രയും വേഗത്തിൽ നമ്മൾ ഇതിനകത്ത് കുറച്ച് വേറൊരു ഒരു ഇത് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഈ പ്രോഗ്രാമില് നമ്മൾ ഇതിനൊരു റേറ്റ് ഇട്ടിട്ടുണ്ട്. ആ റേറ്റ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ബേസിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് അത് നിങ്ങൾ വാങ്ങിച്ചേക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പഠിച്ചേക്കുന്നത് നിങ്ങൾക്ക് പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തത് വാങ്ങിക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലേണിംഗ് എക്കോസിസ്റ്റം ഇവിടെ ഉണ്ട്. ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങളുടെ അല്ല, അവർക്കിപ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നിട്ട് ഇപ്പോൾ അവർക്ക് അത് പഠിക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മളതിനും ഗ്രൂപ്പ് വൈസ് ആയിട്ട് നമ്മളത് നോക്കിയിട്ട്, അതായത് ഓരോ വ്യക്തിക്കും നമ്മൾ എവിടെയാണ് പ്രോബ്ലം എന്നുള്ളതെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ ഒത്തിരി പേര് നമ്മൾക്ക് അപ്പോൾ സപ്പോർട്ട് കൊടുക്കും അല്ലെ, സപ്പോർട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവിടെ ഉപയോഗിക്കുന്നത്. കാരണം എല്ലാരെയും നമ്മൾക്ക് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം, ആ ഒരു ജോലി നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐക്ക് നമ്മൾ വിട്ടുകൊടുത്തേക്കാണ്. എഐ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എവിടെയാണ് വീക്ക് അത് കണ്ടുപിടിച്ചിട്ട് അത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മളിലേക്ക് പറയുന്നു. നമ്മൾ അതനുസരിച്ചിട്ട് വീണ്ടും അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു എൻറ്റയർലി വളരെ സക്സസ്ഫുൾ ആകാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമാണ്. അവസരങ്ങള് അല്ലെ, നമ്മൾക്ക് എല്ലായ്പ്പോഴും അവസരങ്ങൾ കിട്ടാറില്ല. കിട്ടുന്ന അവസരം കൃത്യമായിട്ട് വിനിയോഗിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മുടെ ഏപ്രിൽ 3-നാണ് നമ്മുടെ 100 ദിന പരിപാടി ആരംഭിക്കുന്നത്. നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് കയറിയിട്ട് കാര്യമില്ല. ആദ്യം തൊട്ടിട്ട് നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് വരുള്ളൂ, പൂർണ്ണ പ്രയോജനം കിട്ടും. അതായത് എന്താ പറയാ, അവസാനം ഒരു 10 ദിവസം അല്ലെങ്കിൽ 50 ദിവസം വന്നിച്ച് വാങ്ങിച്ച് നിങ്ങൾ ഒരിക്കലും നമുക്ക് റിസൾട്ട് ഇതിന്റെ തുടക്കം മുതൽ തന്നെ, കാരണം ഇതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പഠനമായിരിക്കണം. അപ്പൊ അത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് പഠിക്കാൻ തന്നെ 1 മാസം എടുക്കും. ആ 1 മാസത്തിനുള്ളിലാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കണം, തീർച്ചയായിട്ടും അറ്റൻഷൻ ഉണ്ടാവും. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോ തുടക്കം എന്നുള്ള നിലയിൽ വളരെ ചെറിയൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക്, ജസ്റ്റ് LDC പ്രോഗ്രാം മാത്രമല്ല, ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ട ഭാഗങ്ങളും ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി. അല്ല, അതായത് നമ്മളിപ്പോൾ ഈ റൂട്ടഡ് ആപ്പിനകത്ത് ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഒരു നിശ്ചിത സംഖ്യക്ക് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു 1 ഇയർ മെമ്പർഷിപ്പ്. അപ്പൊ അതിനകത്ത് നമ്മൾ എല്ലാം ഉൾപ്പെടുത്തും. ഇനി LDCയുടെ മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ വെച്ചാൽ നമ്മൾ അതിനകത്തൊരു നിശ്ചിത സംഖ്യ, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് വാങ്ങിക്കുക. നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ താമസിച്ചിട്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒരിക്കലും അതിനകത്തേക്ക് പോകരുത്. അതിനൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് കറക്റ്റ് ആയിട്ട് പോവുക. അപ്പൊ ഏപ്രിൽ 3-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവർക്കും തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇനി മുതൽ ഇനിയുള്ള 100 ദിവസം ദൃഷ്ടി ന്യൂസിനോടൊപ്പം റൂട്ടഡ് ആപ്പിലൂടെ LQP മെത്തേഡ് സ്റ്റാർട്ട് ടുഡേ. താങ്ക് യു.